ശ്രീ ആരിഫ്, ഏതായാലും കേരളത്തിന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കടലാമ സംരക്ഷണ കേന്ദ്രം കിട്ടിയിട്ടുണ്ട്. ആമ ഇഴയുന്നത് പോലെയുള്ള വികസനമുള്ള പല സ്ഥലങ്ങളെയും കണ്ടിട്ടായിരിക്കണം നമ്മളിവിടെ ഹൈസ്പീഡിൽ പോകുന്ന ഈ വികസനം അത്ര പോരാ എന്ന് കരുതിയിട്ടായിരിക്കണം ആമ സംരക്ഷണ കേന്ദ്രം നൽകിയിട്ടിരിക്കുന്നത്. എന്തിനാണ് ഈ വൈരം? നമ്മൾ ചോദിച്ച ഏതെങ്കിലും കാര്യം അവർ തന്നിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ പുതിയ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ റെയർ എർത്ത് ഇടനാഴി എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. റെയർ എർത്ത് ഇടനാഴി അത് താങ്കൾക്കും അറിയാം. നമ്മുടെ നിയമസഭ നമ്മുടെ ബജറ്റിൽ ഈ റെയർ എർത്ത് ഇടനാഴി നമ്മൾ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. നമ്മളിവിടെ KMML ഉണ്ട്, ട്രാവൻകൂർ ടൈറ്റാനിയം ഉണ്ട്, അങ്ങനെ നിരവധി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയർ എർത്ത് അടക്കമുണ്ട്. വലിയ മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അടിച്ചു മാറ്റാനാണ് ശ്രമം എന്നാണെന്ന് പി രാജീവ് മന്ത്രി ചോദിക്കുകയും ചെയ്തത്. എങ്ങനെ വിലയിരുത്തുന്നു കേരളത്തോടുള്ള അവഗണന ഈ ബജറ്റിനെ? അല്ല, പൊതുവിൽ എല്ലാവരും ഈ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തോടുള്ള സമീപന രീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആമയും തേങ്ങയും മാത്രമാണ് കേരളത്തിലുള്ളത്. തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ആലങ്കാരികമായി ചോദിക്കുക, തേങ്ങയ്ക്കും പ്രത്യേകിച്ച് പണമൊന്നുമില്ല, എങ്കിലും ആമയും തേങ്ങയും പറഞ്ഞ് കേരളത്തെ കബളിപ്പിക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂരൽമലയിലെയും മുണ്ടക്കയത്തെയും ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തെ സംബന്ധിച്ച് പരാമർശിച്ച ഒരു പരാമർശമുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് വേണ്ടത്ര പ്രാധാന്യത്തോട് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കുന്നത് അന്യഗ്രഹജീവികളാണോ കേരളത്തിലെ ജനങ്ങളെന്നാണ്. ഏതാണ്ട് ഒരു പത്രം എങ്ങാണ്ട് മാത്രമാണ് അന്യഗ്രഹജീവികളാണോ എന്ന ഹൈക്കോടതിയുടെ ആ ചോദ്യം വലിയ പ്രാധാന്യത്തോടെ കൊടുത്തത്. മറ്റ് പത്രങ്ങളൊന്നും ആ കമൻറ്റ്, ഹൈക്കോടതിയുടെ ആ കമൻറ്റ് കണ്ട ഭാവം നടിച്ചില്ല. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ അവഗണിക്കുന്നതിന് ഒരു മടിയുമില്ലാതെ ഇവിടെ വന്ന് വാതോരാതെ കേരളത്തെക്കുറിച്ച് പ്രകീർത്തിക്കുക, പുകഴ്ത്തി പറയുക, കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് പറയുക, കേരളം അഭിമാനകരമായ വളർച്ചയാണെന്ന് പറയുക. പിന്നെ മിനിഞ്ഞാന്ന് പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേയിൽ പറയുകയാണ് കേരളം പോവർട്ടി ഇറാഡിക്കേഷന് കാണിച്ച ഈ മാതൃക ഇന്ത്യ ആകെ മാതൃകയാക്കേണ്ടത് എന്ന് പറയുക. പക്ഷേ കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പേരിൽ കേരളത്തെ ശിക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിതരായ രണ്ട് പ്രമുഖ വ്യക്തികൾ. അതിലൊന്ന് ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഇങ്ങനെ എന്താണ് എയിംസ് അവിടെ വേണോ ഇവിടെ വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ആലപ്പുഴക്കാർക്ക് തരാൻ പോകണമെന്ന് പറഞ്ഞ് വലിയ തോതിൽ വലിയ മോഹം ആലപ്പുഴയ്ക്ക് വിതറുകയുണ്ടായി. അവസാനം ഇപ്പോൾ അദ്ദേഹത്തെ കാണാനുമില്ല. ഓരോ സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ആളാണെങ്കിൽ എയിംസ് ആലപ്പുഴയിൽ വരും. ആലപ്പുഴയുടെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൃശ്ശൂർ ആയിരിക്കും. ഏതായാലും തൃശ്ശൂർകാർക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ട്. അത് പോട്ടെ, അദ്ദേഹം വിളിച്ചത് പദപ്രയോഗം ഓർക്കുന്നുണ്ടോ? എന്ത് മോനെ എന്നാണ് എന്നുള്ളത് അറിയാമല്ലോ. കേരളീയരെ ആകെ വിളിച്ച പേര് ഒരു പ്രത്യേക പേരിലാണ് അദ്ദേഹം വിളിച്ചത്. ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നിട്ട് ജെയിംസ് വരും മോനെ എന്ന് പറഞ്ഞ ആ ഡാഷ് മോനെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം വാസ്തവത്തിൽ കേരളീയരെ ആകെ കളിയാക്കുന്ന രീതിയിലായില്ലേ. അതുപോലെ തന്നെയാണ് ഈ ശ്രീധരൻ സാറിനെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം സർവാത്മന പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്. അദ്ദേഹം വഴിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിവേഗ റെയിൽവേ കേരളത്തിൽ കിട്ടിയാൽ മതി, അതിലെല്ലാ സപ്പോർട്ടും കേരള ഗവൺമെൻറ് നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അദ്ദേഹവും നിരാശനായിരിക്കുകയാണ്. പക്ഷേ ആ നിരാശയിൽ നിന്ന് പിന്നെ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം എന്തൊക്കെയോ ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശം പോലും ഈ കേരളത്തെ സംബന്ധിച്ച് ഈ അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് ഒന്നുകിൽ 7 പ്രധാന അതിവേഗ റെയിൽവേ ഇടനാഴികളെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വേണ്ടിയില്ല. അതിലൊന്നും DPR തയ്യാറായിട്ടില്ല. DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ 7 എണ്ണത്തിൻ്റെയും DPR തയ്യാറാക്കിയിട്ടാണോ ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് DPR ഉള്ളത് മാത്രമേ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കത്തുള്ളൂ. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലതെല്ലാം DPR ഉണ്ടാക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ 2 പ്രധാന വ്യക്തികളെ പോലും അപമാനിക്കുകയാണ് ചെയ്തത്. കേരളത്തെ അന്യഗ്രഹജീവികളായിട്ട് കാണുന്നത്, കേരളത്തിലെ ജനങ്ങളോടുള്ള അവഗണന തുടർച്ചയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ വന്ന് കുട്ടികളുടെ കവളത്തൊക്കെ പിടിച്ച് മോഡി മാമൻ പോയിട്ട് വന്നാൽ തരാമെന്ന് പറഞ്ഞ് പോയിച്ച് അവിടുന്ന് ബില്ലയൊക്കെ ചെയ്തത്. വന്ന ഹെലികോപ്റ്ററിൻ്റെ ചാർജ് അടക്കം, അതുപോലെ തന്നെ അവിടെ ബെയിലി പാലം നിർമ്മിച്ചതിൻ്റെ പൈസ, റേഷൻ തന്നതിൻ്റെ പൈസ, അതുപോലെ തന്നെ CRPFകാരെ അയച്ചതിൻ്റെ പൈസ, ഇതെല്ലാം കൂടി അങ്ങോട്ട് അടയ്ക്കാനാണ് പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഇങ്ങോട്ടൊന്നും തന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേരളത്തിലെ ജനങ്ങൾ അന്യഗ്രഹ ജീവികളാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ പോലും വന്നത്. എന്തായാലും അവർ നമ്മളെ എങ്ങനെയെല്ലാം
പിന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനെല്ലാം അതിജീവിച്ച് കേരളം നല്ല ശരി, നിലയിൽ മുന്നോട്ട് ശരി, സി. പോവുകയാണ്. ആരിഫ്.